ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഈ ഉലുവ ചീര വെച്ചൊരു റൈസ് ബാത്ത് ഉണ്ടാക്കാമേ. ഇതിൻ്റെ പേര് ഇവിടെ കന്നഡയിൽ പറയുന്നത് മെന്തേസൊപ്പ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പറയും ഉലുവ ചീര എന്ന്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊക്കെ കിട്ടുമായിരിക്കും, പണ്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കസ്തൂരി മേത്തി എന്നും പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കത്തില്ല, അത് ഈ ചീര തന്നെയാണ്. ഇത് നന്നായിട്ട് ഉണക്കിയെടുത്ത് നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്കിത് വെച്ച് എങ്ങനെയാണ് ബാത്ത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ചീരയെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ഉലുവ ചീരയെല്ലാം ഞാനിവിടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇല മാത്രമേ എടുക്കത്തുള്ളൂ, നമ്മൾ ഇതിൻ്റെ തണ്ടൊന്നും എടുക്കത്തില്ല. ഇല മാത്രം പിച്ചി എടുത്തിട്ട് അത് കഴുകി എടുത്ത് വെള്ളമെല്ലാം വാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ അവരക്കായ ഇടുന്നുണ്ട്. നമുക്ക് അവരക്കായ് വേണമെങ്കിൽ ഇടാം, ഇല്ല പട്ടാണി വേണമെങ്കിൽ, പച്ചപ്പട്ടാണി ഉണ്ടല്ലോ ഗ്രീൻ പീസ്, ആ ഗ്രീൻ പീസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഈ പയറാണ് പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്തിട്ട് ഒരു 3 വിസിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അരിക്കകത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് വേഗത്തില്ല, അതുകൊണ്ടാണ്. നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അത് വേഗം. ഞാനിപ്പോൾ കുക്കറിലല്ല ഇത് വെക്കുന്നത്, അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത്. പിന്നെ മാമൂല് പറയുന്ന പോലെ അച്ഛന് വേണ്ടിയിട്ടും കൂടാണ്. ഇപ്പം ഇത് ഞാൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. വരും വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇവിടെ ഭയങ്കര തണുപ്പായ കാരണം എണ്ണയെല്ലാം അങ്ങ് കട്ടിയായിരിക്കുക. ഇപ്പം എണ്ണയെല്ലാം അവരവരുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ശകലം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയും നെയ്യും ഇവിടെ ചൂടായിട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാമേ. ഇത്രയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് മലയാളത്തിൽ എന്തുവാ പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഇതിലൊരെണ്ണമേ. പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, പിന്നെ പെരുംജീരകം. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. പിന്നെ നമുക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബേ ലീഫ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായി കനം കുറച്ച് നീളത്തിലരിഞ്ഞ് സവാള, ഇപ്പം ഞാനൊരു 2 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ഇതും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇവിടെ വഴന്ന് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമ്മളത് ചതച്ചിട്ടാലും മതി. ഇപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും എല്ലാം ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉലുവ ചീര. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പം നമുക്ക് ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാകും. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിനകത്തൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഇതിൻ്റെ കൂടെ ഒരു തൈര് പച്ചടി എന്ന് പറഞ്ഞാൽ റൈത്തയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഞങ്ങൾ മിക്കവാറും ഇതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണിത്. നമ്മൾ ഈ ഉലുവച്ചീര വെച്ചുണ്ടാക്കുക ഇത്. പിന്നെ മുരിങ്ങയില ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും ഉള്ള ഒരു സംഗതിയാണ് മുരിങ്ങ.
ആ മുരിങ്ങച്ചീര വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം നമുക്ക്. മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് അറിയത്തില്ല അത് മുരിങ്ങയിലയാണെന്ന് പോലും അറിയത്തില്ല. ഇപ്പം നമ്മുടെ ചീരയെല്ലാം ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർക്കാമേ. ഇപ്പം നമുക്ക് തക്കാളിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് മിക്സിക്കകത്തോട്ടൊന്ന് ഒരു 2 അടി അടിച്ചിട്ട്, ഇപ്പം ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തക്കാളിയെല്ലാം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് തേങ്ങ, ഞാനിപ്പോൾ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ 1 മുറി തേങ്ങയും ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി പുതിന ഇലയും കൂടെ ശകലം. അപ്പം അത് പിന്നെ അങ്ങനെ തന്നെ വേണമെങ്കിലും ചേർക്കാം. ഞാനൊന്ന് ക്രഷ് ചെയ്ത് ചേർക്കുകയാണ്. ഒത്തിരി തേങ്ങ ഒന്നും വേണ്ട, 1 മൂടി മതി. 1 മുറി തേങ്ങ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചുറ്റിയെടുത്തതാണ്. പിന്നെ മല്ലിയിലയും പുതിന ഇലയും അതിനകത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. കൂട്ടുകാരെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ തേങ്ങയും ഒക്കെ ഒന്ന് നന്നായി ആ പച്ചമണമൊക്കെ എല്ലാം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കായ ഉണ്ടല്ലോ, അവരക്കായ്, ഇതിട്ട് കൊടുക്കുക. ഇപ്പം ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടാണി ചേർക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, പച്ചപ്പട്ടാണി എന്ന് പറയും. അത് ഡ്രൈ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് അത് വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഈ അവരക്ക കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ഈ അവരക്കായാണ് ഇടുന്നത്. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അരി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ 4 പേരെ ഉള്ളൂ. ഞാൻ 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. നമുക്ക് അരി എത്ര വേണോ അത്ര എടുക്കാം. 1/2 കിലോ അരി എടുത്ത് ഒരു അരമണിക്കൂർ ഞാനൊന്ന് കുതിർത്തതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെള്ളം വാന്നിട്ട് ഞാൻ എടുത്തതാണ്. ഈ അരി ഇട്ട് കഴിഞ്ഞ് നമുക്ക് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിച്ചാണ് ചേർക്കുന്നത്. ഞാൻ കുക്കറിലല്ല വെക്കുന്നത്, അത് കാരണം വെള്ളം തിളപ്പിച്ചാണ്. 1/2 കിലോ അരിക്ക് ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന കണക്കിലാണ് ഞാനിവിടെ വെള്ളം എടുത്തേക്കുന്നത്. ഇതിപ്പോൾ പൊന്നിയരിയാണ് ഞങ്ങളുടേത്. അത് കാരണം ഞാൻ അതിന് അരിക്ക് എത്ര വെള്ളം വേണോ ആ രീതിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ അരി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ വെള്ളം വെക്കുക. നമുക്കിതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ഇട്ടില്ലായിരുന്നു. ഗരം മസാല 1 സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കൊണ്ട് ചേർക്കണം, ഉപ്പ് കഴിച്ചു പോകരുത്. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ നീരും കൂടെ, ഒരു നാരങ്ങയുടെ നീര് ചേർക്കണം. പക്ഷേ എങ്കിൽ എൻ്റെ നാരങ്ങ തീരെ ചെറുതായ കാരണം ഞാൻ ഇപ്പം ഇവിടെ 2 നാരങ്ങ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നാരങ്ങ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ചോറ് ഒന്നോടൊന്ന് ഒട്ടാതെ നമുക്ക് കിട്ടും. നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ തന്നെ. പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ്. നമുക്കൊന്നും കൂടെ ഇടക്കിയിട്ട് അടച്ച് വെച്ച്
നന്നായി വേവിച്ചെടുക്കാം. ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം നോക്കി കറക്റ്റിനുണ്ട് ഉപ്പല്ലാതെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മുടെ റൈസ് നമുക്ക് തുറന്നൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. നമ്മുടെ റൈസിൻ്റെ വെള്ളം ഇവിടെ കുറച്ച് പറ്റിയിട്ടുണ്ട്. നമുക്കിത് സിമ്മില വെച്ച് കൊടുക്കാമേ. സിമ്മില വെച്ച് കൊടുത്ത് വെള്ളം പറ്റിച്ചെടുക്കാം. ആയിട്ട് നമ്മുടെ റൈസ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് കുഴഞ്ഞു പോകാതെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചെയ്യുന്നത് റെയറാന്ന് തോന്നുന്നു. ആരും അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങളുടെ അച്ഛൻ ഇവിടെ വെയിറ്റിങ്ങാണ്. ഞങ്ങളുടെ അപ്പ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പൊ സ്വാമി എല്ലാം കൂപ്പിട്ടിട്ട് വന്ന് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പുള്ളിയുടെ സമയം ഇപ്പോഴാ 11 മണിയായി. ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക്. അപ്പൊ അപ്പയ്ക്ക് നമുക്ക് നമ്മുടെ മെന്തിയ ബാത്ത് കൊടുക്കുക. ഇച്ചിരിയേ കഴിക്കുള്ളൂ പുള്ളിക്കാരന്. കണ്ടോ, കണ്ടോ, മതിയെന്ന് ഇച്ചിരി വിളമ്പുമ്പോഴേ പറയും മതിയെന്ന്. അതിൻ്റെ കൂടെ നമുക്ക് തൈര്. അങ്ങനെ ഞങ്ങളുടെ അപ്പയ്ക്ക് ഞാൻ കൊടുക്കുകയാണ്. അപ്പ ടേസ്റ്റ് നോക്കിയ ചെന്നോട് പറയും എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഉലുവാച്ചീര റൈസ് സാപ്പിട്ട് சொல்லுங்க. കണ്ടോ, ഞങ്ങളുടെ അപ്പ കുളിച്ച് സുന്ദരനായി വന്നേക്കുവാ. പൊട്ട് വെക്കത്തോട്ടേച്ച് കണ്ടോ. ഞാൻ അങ്ങ് കൊടുത്തരാം മാപ്പ. அப்பா சாப்பாடு எப்படி இருக்குப்பா? நல்லா இருக்கா? டேஸ்டா இருக்குதா? சூப்பரா இருக்குதாப்பா. சாப்பிட்டு കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഉലുവാച്ചീര കൊണ്ടുള്ള റൈസ് ബാത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല രീതിയിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.